പിന്നെ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മസാല ദോശ കഴിച്ചത് വരെ അല്ലേ. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ടൈമില്ലാത്തത് കൊണ്ടാട്ടോ ബാക്കി ഇത്രയും വൈകിയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ഒരു 3:30 ആയപ്പോൾ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടോ. ഞാൻ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തത്, ഹെൽപ്പ് ചെയ്യാൻ ഷിബിയാട്ടനുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം മന്തിയാണ് ഉണ്ടാക്കുന്നത്, അതും ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ് ഞാൻ, കാരണം നേരത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നും സാധനങ്ങൾ എത്തിയപ്പോഴത്തേന് 6:30 6:45 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ട കലിപ്പിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ദേഷ്യം പിടിച്ചിട്ട് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പണിയൊക്കെ ഒരുക്കി നേരത്തെ ഒന്ന് ഇരിക്കാമല്ലോ വിചാരിച്ച് നോക്കുമ്പോൾ ഇന്നും സാധനങ്ങൾ ഒരുവിധം എല്ലാതും എത്തിയപ്പോഴത്തേന് 6:30 6:45 ആയി. പിന്നെ ഒരു 7 മണിയായപ്പോൾ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കാണ് കേട്ടത്. കാരണം ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സിത്തുട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് കാറുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡലിൽ ഒരു തീമിൽ കേക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ മോഡലിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. ഹോം മെയ്ഡ് കേക്ക് സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കിയിട്ട് കേക്ക് സ്റ്റുഡിയോന്ന് ഓർഡർ ചെയ്ത കേക്കാണ് ഈ കാണുന്ന നീല കേക്ക്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് പറഞ്ഞ തീമേ അല്ല ചെയ്തത്. പിന്നെ ഇത് മുറിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം ഒരു നീലമയായിരുന്നു. മുറിക്കൽ കഴിഞ്ഞ് ചിരിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഫുള്ള് ചിരി. അപ്പോൾ മനസ്സിലായി പണി പാളിയെന്ന്. ഞങ്ങൾ ചുണ്ടും പല്ലും ഒക്കെ നീല കളറ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ എവിടെയും പുറത്തൊന്നും കൊടുക്കാതെ, അതായത് കടകളിലൊന്നും ഓർഡർ ചെയ്യാതെ നേരെ ഞങ്ങൾ ഹോം മെയ്ഡ് കേക്കിലോട്ട് തിരിഞ്ഞത് കേട്ടോ. അന്ന് ആ കേക്ക് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് വോമിറ്റിംഗ് ഉണ്ടായി. ഇവിടെ എൻ്റെ അനിയൻ പറയുകയാണ് പിറ്റേ ദിവസം ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റ് ആകെ ഒരു നീലമയാണ് എടുത്തമ്മ എന്ന്. ആ ഒരു അവസ്ഥ പോലും വന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കേക്ക് സ്റ്റുഡിയോ വേണ്ട, ബേക്കറിയും വേണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ഹോം മെയ്ഡ് കേക്കിലോട്ട് തിരിഞ്ഞത്. അങ്ങനെ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊരു 9 9:30 ആയിട്ടോ. ഞങ്ങൾ വീട്ടുകാരും പിന്നെ അപ്പുറത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. ബർത്ത്ഡേ ആയിട്ട് മന്തി ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.